റേപ്പ് കേസിൽ പ്രതിയായ MLA-യോട് രാജിവെക്കണമെന്ന് പോലും അവര് പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞോ? അവര് പുറത്താക്കിയോ? അദ്ദേഹം LDF-ന്റെ പാർലമെന്ററി പാർട്ടി അംഗമാണ് അല്ലെ മുകേഷ്? അതിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലല്ലോ. അദ്ദേഹം ഇപ്പൊ പറയുന്നത് ഇനി വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വന്ന് അദ്ദേഹം മന്ത്രിയാവുന്നു. അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി CPM പ്രഖ്യാപിച്ചാൽ അത്ഭുതമില്ല. ജനങ്ങളെ കളിയാക്കിയല്ലേ. ഞാൻ കോൺഗ്രസിനെ കുറിച്ച് അഭിമാനിക്കുന്നു എന്ന് പറയാൻ കാര്യം എന്താ? ഞങ്ങളുടെ മുമ്പിൽ ഒരു തെളിവ് പോലും ഇല്ലാതെ ഒരു പരാതി പോലും ഇല്ലാതെ ഒരു കാര്യം വന്നപ്പോ, പരാതി പോലും ഇല്ല എന്നപ്പോ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു. ഒരു കത്ത് വന്നപ്പോ ഞങ്ങൾ പുറത്താക്കി. കോൺഗ്രസ് ആണ് മാതൃകാപരമായ പാർട്ടി. ഇപ്പൊ ആരായി പ്രതിരോധത്തിൽ കേരളത്തിൽ? ഇവരെല്ലാം സംരക്ഷിക്കുന്നവരായി എത്ര പേരെ കുറിച്ചുള്ള പരാതികളാണ് CPM നേതൃത്വത്തിന്റെ കൈ കെട്ടിയിരിക്കുന്നത്. എന്നിട്ട് അതൊന്ന് പോലീസിലേക്ക് പോലും ഫോർവേഡ് ചെയ്യാതെ നിൽക്കുകയാണ്. ഇനി പോലീസ് പിടിച്ച് കുറ്റക്കാരാക്കിയിട്ട് കുറ്റപത്രം സമർപ്പിച്ച് ജയിലിൽ റേപ്പ് കേസിലെ പ്രതിയെ കൂടെ കൊണ്ടിടക്കല്ലേ? മുഖ്യമന്ത്രി കൈപിടിച്ച് ഉയർത്തുമല്ലേ? എത്ര പേരുണ്ട് മന്ത്രിമാര് ഈ മന്ത്രിസഭയിൽ? ഈ സ്ത്രീ വിഷയങ്ങളിൽ പ്രതികളായ എത്ര പേര് ഈ മന്ത്രിസഭയിലുണ്ട്? മുഖ്യമന്ത്രി ചിലരെ രണ്ടുപേരെയും കൈയൊക്കെ പിടിച്ച് ഉയർത്തിയിരിക്കണ പടം കണ്ടില്ലേ? നാണമുണ്ടോ CPM-ന്? ഇപ്പൊ നാണം കെട്ടിയൊക്കെയാണ് CPM കേരളത്തിൽ ജനങ്ങളുടെ മുമ്പിൽ. നാണം കെട്ട പാർട്ടിയാണ്.